ചേട്ടാ, നമ്മൾ കഴിഞ്ഞ 2 വീക്കിലായിട്ട് ഗ്രീൻ ടെക്കിൻ്റെ സ്കോട്ട്ലാൻഡ് യാർഡ്, ഗ്രീൻ നോക്ക് 2 പ്രീമിയം പ്രോജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി, NRI സീസണൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഈ വീക്കിൽ നമ്മുടെ ഏറ്റവും പ്രീമിയം പ്രൊജക്റ്റ് ആയിട്ടുള്ള മെക്സിക്കൻ ബംഗ്ലാവിൻ്റെ വിശേഷങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. അപ്പോൾ മെക്സിക്കൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, എഗെയിൻ നമ്മൾ ആ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് 12 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വില്ലകൾ എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റാണ്. ഇനി വളരെ കുറച്ച് യൂണിറ്റ്സേ നമുക്ക് കൊടുക്കാനുള്ളൂ അതിൽ. അപ്പോൾ നമുക്ക് മെക്സിക്കൻ ബംഗ്ലാവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഈ ഒരു വ്ളോഗിലൊന്ന് നോക്കിയാലോ. നിമി, ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു പ്രീമിയം എന്ന കൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നത് നിമി പറഞ്ഞ പോലെ തന്നെ വില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു 6 സെൻറ്റ് അല്ലെങ്കിൽ 8 സെൻറ്റ് മാക്സിമം ഈ സ്പേസിലായിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്, കുറച്ച് നമ്മൾ വില്ല പ്രൊജക്ട്സിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിക്വയർമെൻറ്റ്സ് എപ്പോഴും കുറച്ചുകൂടി ലാൻഡ് ഏരിയ കൂടുതൽ വേണം. ഒരു വീടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും സ്വന്തമായിട്ടൊരു കിണറും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിച്ചിട്ടായിരിക്കുമല്ലോ വരിക. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ ഡിസൈൻ ചെയ്തത്. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നമ്മളൊരു യൂറോപ്യൻ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളതിനകത്ത് കൊണ്ടുവന്നത്. ഇതിനകത്ത് മിനിമം 12 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ പ്ലാനിൽ കൊണ്ടുവന്നതും ഡിസൈനിൽ ചെയ്തതും. ഈ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റ് ശരിക്കും പറഞ്ഞാൽ കാക്കനാട് നിന്ന് പള്ളിക്കര വന്നതിന് ശേഷം പള്ളിക്കര നമ്മൾ തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന ഒരു ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ അമ്പലപ്പടി നിന്ന് സ്റ്റോപ്പ് വരും. അവിടുന്ന് ഹാർഡ്ലി ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ട് വരുന്നത്. ഇതിന്റെ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള സ്കൂൾസുകൾ തന്നെ, ഇപ്പൊ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂള്, ജെംസ്, രാജഗിരി, സംസ്കാര, നൈപുണ്യ, ഇതെല്ലാം വരുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നത്. എല്ലാ സ്കൂൾ ബസ്സുകളും പോകുന്ന ഒരു റോഡ് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത്. പിന്നെ ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആയിക്കോട്ടെ, അതുപോലെ സമരട്ടൻ ഹോസ്പിറ്റൽ, രാജഗിരി, ഈവൻ സൺറൈസും ഇതുപോലെ തന്നെ 10 to 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഡ്രൈവ് വരുന്നുള്ളൂ. പിന്നെ IT പാർക്കിൽ നിന്നാണെങ്കിൽ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിയുടെ ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയാൽ അവിടെ നിന്ന് ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന്. ഏകദേശം 6ഓളം വഴികൾ നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലോട്ട് പോകാനുണ്ട്. എപ്പോഴും ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ മെട്രോ ഇതെല്ലാമാണല്ലോ നമ്മുടെ ഒരു കാക്കനാട് ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രോപ്പർട്ടിക്ക് അകത്ത് എടുത്തിരിക്കുന്ന ക്ലയൻസും ഒരു പരിധി വരെ ഒന്നില്ലെങ്കിൽ IT കമ്പനി നടത്തുന്നവർ, IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ചുകൂടിയും ഒരു ഒതുങ്ങി കുറച്ചുകൂടി വിശാലമായ രീതിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇനീഷ്യലി നമ്മളൊരു 5 ഏക്കറാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒരു 45 വില്ലയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അതിനകത്തൊരു 12 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് തന്നെയായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ആയുള്ള ഒരു ഡിസൈൻ കൺസെപ്റ്റിൽ കൊണ്ടുവന്നത്. പക്ഷേ ഇതിനകത്ത് ബുക്കിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 16 സെൻറ്റ്, 18 സെൻറ്റ്, 25 സെൻറ്റ്, 33 സെൻറ്റ് വരെ, അതായത് ഒരു 3500 തുടങ്ങിയിട്ട് ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്ന വീടുകൾ വരെ നമ്മൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 8 ഫാമിലീസ് അവിടെ താമസം തുടങ്ങിയ പ്രൊജക്റ്റിനകത്ത്. അതിനകത്ത് തന്നെ ഈ പ്രൊജക്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 12 സെൻറ്റ് സ്ഥലത്തിൽ ഓരോ വീടിനും ഇൻഡിവിജ്വൽ കിണർ, അതുപോലെ തന്നെ ഒരു 5 kW സോളാർ സിസ്റ്റം, അതുകൂടാതെ ഇൻഡിവിജ്വൽ പൂള്. പൊതുവെ ഒരു വീടിനകത്ത് ഒരു പൂള് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രീമിയമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് ഒത്തിരി ആഗ്രഹമുള്ള കാര്യമായിരിക്കും. അതിന് പൂള് നമ്മൾ കൊടുക്കണമെങ്കിൽ അത്ര നമുക്ക് വാട്ടർ സോഴ്സ് നമുക്ക് അവിടെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇൻഡിവിജ്വൽ കിണറും അതിനകത്ത് നമുക്ക് ആവശ്യം പോലെ വെള്ളത്തിനൊരു സ്കേഴ്സിറ്റി ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ലാൻഡ് ആയത് കാരണം നമ്മളിങ്ങനെ പൂളിനൊരു സജഷൻ കൊടുത്തത്. പിന്നെ നമുക്ക് ഇതൊരു മോഡേൺ സ്റ്റൈൽ വീടാണെങ്കിൽ പോലും ഇതിനകത്ത് തന്നെ നമ്മളൊരു കോർട്ട്യാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ 100% നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്. നമ്മുടെ ഔട്ട്സൈഡ് എലിവേഷൻ നമുക്ക് സിമിലർ ആയിരിക്കണം എന്നുള്ളൂ. പക്ഷേ ഇൻസൈഡ് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഇപ്പം 45 വീട് പറഞ്ഞതിനകത്ത് ഇന്നിപ്പോൾ ഈ പ്രോജക്റ്റ് ഏകദേശം ഒരു ഫിനിഷിങ്ങിലോട്ടാകുമ്പോൾ ഏകദേശം 21 വീടിനകത്തുള്ളൂ. ഈ 5 ഏക്കറിൽ ഇപ്പം നമുക്ക് ആകെ 21 വീടുകളേ ഉള്ളൂ. ഉള്ള വീടുകൾ വളരെ സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഒത്തിരി ഓപ്പൺ സ്പേസും ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടൊക്കെ വരുന്ന ഒരു പ്രോജക്റ്റാണ് മെക്സിക്കൻ ബംഗ്ലോ എന്ന് പറഞ്ഞത്. പിന്നീടല്ലേ ചേട്ടാ, ചേട്ടൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ആദ്യം 45 വില്ല പ്ലാൻ ചെയ്തിട്ട് ഇപ്പം 5 ഏക്കറിൽ നമുക്ക് 21 വില്ലകളേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി, അതുപോലെ ഇതിൻ്റെ പ്രൈസ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശരിക്കും ഈ പ്രോജക്റ്റിൽ ഇപ്പം നമുക്കിനി കൊടുക്കാനുള്ള 3 വില്ലയുടെ സ്പേസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഒരു 12 സെൻറ്റ് വരുന്ന ഒരു 13 സെൻറ്റും ഒരു 15 സെൻറ്റ് വരുന്ന പ്ലോട്ട് സൈസാണ് നമുക്ക് പ്രസന്റ്ലി വേക്കൻ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 12 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റും വരുമ്പോൾ എൻ്റെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റും, അതായത് ഇതിൻ്റെ ക്ലബ് ഹൗസ്, കോമൺ ഏരിയ, റോഡ്, അതുപോലെ ലാൻഡ്, ഇതെല്ലാത്തിൻ്റെയും കൂട്ടിയിട്ട് നമുക്ക് വരുന്നൊരു കോസ്റ്റ് 2.9 ആണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് ഇതിനകത്ത് തന്നെ ഓരോ വീടിനും പൂളുണ്ട്, കിണറുണ്ട്,
അതുപോലെ തന്നെ 5K സോളാർ സിസ്റ്റം എല്ലാം കൂടി കൂട്ടിയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ 2.9 എന്ന് പറയുന്നത്. പിന്നെ ചേട്ടാ നമ്മളുടെ ഈ ഒരു മെക്സിക്കൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന അമ്യൂണിറ്റീസ് കൂടാതെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു മേജർ അമ്യൂണിറ്റീസ്? ഇതിനകത്ത് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കോമൺ ഫെസിലിറ്റീസ് അതിന്റെ വലിയൊരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ക്ലബ് ഹൗസ് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മളൊരു 45 വീട് പ്രദേശത്തോട് 21 വീട് ഉള്ളെങ്കിലും ആ ക്ലബ് ഹൗസിന് വളരെ ഒരു വലിയ വീടിനേക്കാളും വലുപ്പമുണ്ട് എൻ്റെ ക്ലബ് ഹൗസ് തന്നെ ശരിക്കും പറഞ്ഞാൽ. അതിനകത്ത് നമ്മൾ ഫുള്ളി ലോഡഡ് ആയിട്ട് ഹെൽത്ത് ക്ലബ്ബ്, ഇൻഡോർ ഗെയിംസ്, അതുകൂടാതെ കുറച്ച് കോമൺ ഏരിയ ആയിട്ട് വരുന്ന പ്ലേ ഏരിയ കാര്യങ്ങൾ. പിന്നെ ഇവിടെ പൂൾ എന്ന് പറഞ്ഞ ഓരോ വീടിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു പൂളിനകത്ത് കൊണ്ടുവന്നില്ല എന്ന് മാത്രം. പിന്നെ നോർമലി നമ്മളൊരു പ്രൊജക്റ്റിൽ കാണുന്ന മാതിരി 6 മീറ്റർ വീതിയുള്ള റോഡാണ് നമ്മളിനകത്തുള്ളത്. CCTV, അതുപോലെ 24 hours സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ചേട്ടാ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ള പോലെ നമ്മുടെ മേജർ 3 പ്രോജക്ട്സിൻ്റെയും അപ്ഡേറ്റഡ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് ലോഞ്ചിങ് സ്റ്റേജിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മളിനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇനി നമുക്കൊരു പുതിയൊരു സിംഗിൾ ഫ്ലോർ വീട്, അതായത് ഒരു ഇതുപോലെ തന്നെ ഒരു പ്രീമിയം കൺസെപ്റ്റിൽ ഒരു 12 സെന്റിലേക്ക് വരുന്നൊരു വീട് നമ്മൾ ഒരു അപ്രൂവൽസിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് ആ പ്രോജക്റ്റ് ലോഞ്ചിങ്ങിലോട്ട് വരും. അപ്പം നമുക്ക് അടുത്ത ബ്ലോഗായിട്ട് അതായിട്ട് നമുക്ക് ഇരിക്കാം. താങ്ക് യു. താങ്ക് യു.